ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സൺഡേ വ്ളോഗാണ്. വീഡിയോ ഇടാൻ ഒരല്പം താമസിച്ചു പോയി. രാവിലെ ഒരു 5 മണിയോടൊക്കെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വിളക്ക് കൊളുത്തിട്ട് അടുക്കളയിലോട്ട് കയറി. വിളക്ക് കൊളുത്തുന്നൊന്നും വീഡിയോ എടുത്തില്ല. ആദ്യം തന്നെ ചായ എടുത്താൽ എന്ന് കരുതി. സിലിണ്ടർ ഓഫായിരുന്നു. തലേദിവസം ഓഫ് ചെയ്തിട്ടാണ് പോയി കിടക്കാറ്. സിലിണ്ടർ ഓൺ ചെയ്ത് പിന്നെ ചായക്ക് അടുപ്പയിലോട്ട് വെച്ചിട്ട് പോയി ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെളിയിലേക്ക് വെച്ച് ഞാനൊരു 2 ദിവസത്തേക്കുള്ള ദോശമാവ് അരച്ച് വെക്കാറ്. കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് രാവിലെ മെഷീനകത്തിലോട്ടിട്ട് അടുത്ത് ഞാൻ പോയതേ കൂൺപുരയിലോട്ടാണ്. അവിടെ എനിക്ക് 2 കൂൺ ബെഡുണ്ട്. അതിലൊന്നിൽ കൂൺ മുളച്ചിട്ടുണ്ട്. അതിനൊക്കെ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇത്രയും ചെയ്തിട്ട് വന്നപ്പോഴേക്ക് ചായ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരിച്ചൊഴിച്ച് വെക്കാം. ഇനി ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് പോയി കുടിക്കാം. വീട്ടിൽ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് ഇന്നേരം പറയാനായിട്ട് വന്നതാണ്. അവരെ നല്ലപോലെ ഒന്നും കാണാൻ പറ്റില്ല. അവരുടെ കൂട് മൊത്തം കിണർ വല വെച്ച് പൊതിഞ്ഞേക്കുക. ഇപ്പം സമയം ഒരു 6:30 ഗോപനും മോനും ബ്രഷ് ചെയ്യാനായിട്ട് വെളിയിൽ പോയേക്കുന്നു. ഗോപൻ്റെ ചായ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെരയുടെ വെളിയിൽ കയറിയതാണ്. തേങ്ങ ഇടാനായിട്ട് കയറിയതാണ്. ആദ്യം പക്ഷെ കണ്ടത് കശുമാവാണ്. അപ്പോൾ കശുമാവേ ഒത്തിരി കശുവണ്ടി പൂത്ത് നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം പറിച്ച് വെക്കുക. ഞങ്ങൾ പെരയുടെ മുകളിൽ കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി തൂത്ത് കൂട്ടി കളയാനായിരുന്നു. അതെല്ലാം തൂത്ത് കൂട്ടുമായിരുന്നു ഞാൻ. കരിയിലൊക്കെ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ തൂത്ത് കൂട്ടി കളയാനൊക്കെ ഭയങ്കര പാടാണ്. പിള്ളേരാണെങ്കിൽ കളിക്കുകയും ചെയ്യും. ആ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തും തരും. ഇവിടെ ഒരു തേങ്ങ കൊതിച്ചുണ്ട്. കണ്ടില്ലേ തേങ്ങ എടുത്ത് വെച്ചിരുന്നേ. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തിരുമുന്ന തേങ്ങ അതിൻ്റെ പകുതി ഗായുവിൻ്റെ വയലിലോട്ടാണ് പോകുന്നത്. തേങ്ങ ഇനി അവിടെ വെച്ചാൽ പന്തി അല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ചമ്മന്തി അരച്ചിട്ട് വരും. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് വറ്റൽമുളക് ചേർക്കണം. അരച്ച് വെച്ച അരപ്പും ചേർക്കാം. അതിലേക്ക് ഒരല്പം വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ദോശ ചുടാനായി തവ അടുപ്പത്ത് വെക്കാം. ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം ഈ പാത്രം എല്ലാം ഇനി കഴുകി ഒതുക്കി വെക്കാം. തവ ചൂടായി ദോശയും ചുട്ടു തുടങ്ങി. ഇവിടെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ദോശ. ഗോപന് ചെറിയ ദോശ, എനിക്കും പിള്ളേർക്കും വലിയ ദോശ. ഗോപൻ ഫുഡ് കഴിച്ചിട്ട് വേഗം പോയി. ഇന്ന് ജോലിയുണ്ട്. ഞായറാഴ്ച ആണെങ്കിലും ഇന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും മാത്രമായിട്ടാണ് പിന്നെ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നേ. ഫുഡ് കഴിച്ചിട്ട് വന്ന് അടുക്കള ക്ലീൻ ചെയ്യാനായിട്ട് കയറി. കഴിച്ച പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് മെഷീനകത്ത് കുറച്ച് തുണികൾ കഴുകാൻ രാവിലെ ഇട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പിറക്കി മേലോട്ട് കൊണ്ടുപോയിരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.